കാനഡയിലേക്ക് പുതുതായി കുടിയേറുന്ന താൽക്കാലിക സ്ഥിര താമസക്കാർക്ക് വലിയ ആശ്വാസമായി കാനഡ റവന്യൂ ഏജൻസി പുതിയ നിയമങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 ജൂൺ മുതൽ നിലവിൽ വരുന്ന ഈ മാറ്റങ്ങൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും. കാനഡയിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നവർക്ക് ഇത് വളരെ അധികം പ്രയോജനപ്പെടും. ഇനി മുതൽ കാനഡയിലെ പുതിയ താമസക്കാർക്ക് ആനുകൂല്യങ്ങൾക്കായി പേപ്പർ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. CRA ഒരു പുതിയ ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ വേഗത്തിലും എളുപ്പത്തിലും അപേക്ഷകൾ സമർപ്പിക്കാം. വെറും 20 മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഫോം പൂരിപ്പിക്കാൻ സാധിക്കും. കുട്ടികളില്ലാത്ത വ്യക്തികൾക്കും ദമ്പതികൾക്കുമായി GST, HST, ക്രെഡിറ്റ് ആൻഡ് കാനഡ കാർബൺ റിബേറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽസ് ഹു ബിക്കം റെസിഡൻസ് ഓഫ് കാനഡ എന്ന ഡിജിറ്റൽ ഫോം CRA വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുവഴി അവർക്ക് പ്രധാന സാമ്പത്തിക ആനുകൂല്യങ്ങൾ വേഗത്തിൽ നേടാം. കാനഡയിലേക്ക് പുതുതായി വരുന്നവർക്ക് ടാക്സ് അടക്കുന്നതിന് മുമ്പ് തന്നെ CRAയുടെ വിവിധ പ്രോഗ്രാമുകളിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നൽകുന്ന ടാക്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന GST, HST ക്രെഡിറ്റ്, ത്രൈമാസ ടാക്സ് ഫ്രീ പേയ്മെൻറ്റ് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വലിയ സഹായമാണ്. 2025 സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏകദേശം $519 വരെയും ദമ്പതികൾക്ക് $650 വരെയും 19 വയസ്സിന് താഴെയുള്ള ഓരോ കുട്ടിക്കും $179 വീതവും സാമ്പത്തിക സഹായം ലഭിക്കും. കാർബൺ വില നിർണ്ണയം മൂലമുള്ള അധിക ചിലവ് കുറയ്ക്കാൻ സഹായിച്ചിരുന്ന കാനഡ കാർബൺ റിബേറ്റ് ത്രൈമാസ ടാക്സ് ഫ്രീ പേയ്മെൻറ്റിന് പുതുതായി വരുന്നവർക്ക് അപേക്ഷിക്കാം. മാർച്ച് 2025 സർക്കാർ ഈ നിയമം മാറ്റിയതുകൊണ്ട് വ്യക്തികൾക്കുള്ള കാർബൺ റിബേറ്റ് നിർത്തലാക്കിയിട്ടുണ്ട്. എങ്കിലും പുതിയതായി വരുന്നവർക്ക് ഇതിനായി അപേക്ഷിക്കാനുള്ള അവസരം നിലവിലുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ലഭിക്കുന്ന ടാക്സ് ഫ്രീ പേയ്മെൻ്റാണ് കാനഡ ചൈൽഡ് ബെനിഫിറ്റ് അഥവാ CCB. 2025 ജൂലൈ മുതൽ കാനഡ ചൈൽഡ് ബെനിഫിറ്റ് തുക കൂടും. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏകദേശം $7,997 വരെയും 6 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് $6,748 വരെയും ലഭിക്കും. താൽക്കാലിക താമസക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കാൻ 18 മാസത്തിൽ കൂടുതൽ കാനഡയിൽ താമസിക്കണം. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. CRAയുടെ നിയമം അനുസരിച്ച് കാനഡയിൽ ആദ്യമായി താമസിക്കുന്നവരെയാണ് ന്യൂ കമേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ജോലി ചെയ്യാനോ പഠിക്കാനോ വരുന്ന താൽക്കാലിക വിസക്കാർക്കും സ്ഥിര താമസക്കാർക്കും ഈ ആനുകൂല്യങ്ങൾക്കെല്ലാം അപേക്ഷിക്കാം. കുട്ടികളില്ലാത്തവർക്കാണെങ്കിൽ GST ഓർ HST ക്രെഡിറ്റിനും കാനഡ കാർബൺ റിബേറ്റിനുമായി RC-151 ഡിജിറ്റൽ ഫോം ഉപയോഗിക്കുക. CCBക്ക് അർഹരായ കുട്ടികളുള്ളവർ RC-66 കാനഡ ചൈൽഡ് ബെനിഫിറ്റ് അപേക്ഷ പൂരിപ്പിക്കുക. CRAയുടെ ഈ മാറ്റങ്ങൾക്കൊപ്പം സിൻ അറ്റ് എൻട്രി എന്നൊരു പുതിയ പ്രോഗ്രാം കൂടി 2025-26 എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡയും ഇമിഗ്രേഷൻ, റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയും ചേർന്ന് ആരംഭിക്കും. വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകർക്ക് ഇനി ഇവരുടെ IRCC അക്കൗണ്ടിൽ നിന്ന് തന്നെ സിൻ കൺഫർമേഷൻ ലെറ്റർ നേരിട്ട് ലഭിക്കും. ഇതിനായി വേറെ അപേക്ഷിക്കേണ്ടതില്ല. 2025 സെപ്റ്റംബർ മുതൽ പുതിയ സിൻ സിസ്റ്റം ഓൺലൈൻ സിൻ അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യും. 5 ദിവസം എടുത്തിരുന്ന സമയം ഇനി മിനിറ്റുകൾക്കുള്ളിൽ സാധ്യമാകും. 2025 മെയ് മുതൽ സിൻ കൺഫർമേഷൻ ലെറ്ററുകളുടെ ഡിജിറ്റൽ കോപ്പികൾ മൈ സർവീസ് കാനഡ അക്കൗണ്ട് വഴി PDF രൂപത്തിൽ സുരക്ഷിതമായി ലഭിക്കും. ഈ മാറ്റങ്ങൾ സർവീസ് കാനഡ ഓഫീസുകളിലെ തിരക്ക് 50% വരെ കുറയ്ക്കാനും മറ്റ് കാര്യങ്ങൾക്കായി വരുന്നവരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും സഹായിക്കും. ആനുകൂല്യങ്ങൾ കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതുതായി വരുന്നവരും അവരുടെ പങ്കാളികളും എല്ലാ വർഷവും കൃത്യമായി ടാക്സ് ഫയൽ ചെയ്യണം. വരുമാനമില്ലെങ്കിൽ പോലും ഇത് നിർബന്ധമാണ്. നിങ്ങളുടെ വരുമാനവും കുടുംബത്തിൻ്റെ സാഹചര്യവും അനുസരിച്ച് ആനുകൂല്യങ്ങൾ കൃത്യമായി കണക്കാക്കാൻ ഇത് CRAയെ സഹായിക്കും. CRAയുടെ ഈ പുതിയ ഓൺലൈൻ അപേക്ഷാ രീതിയും സിൻ എടുക്കാനുള്ള എളുപ്പവഴികളും കാനഡയിലേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് വലിയ പ്രയോജനമാണ്. പേപ്പർ അപേക്ഷകൾ ഒഴിവാക്കിയതിലൂടെയും ഡിജിറ്റൽ ഫോമുകൾ അവതരിപ്പിച്ചതിലൂടെയും താൽക്കാലിക സ്ഥിര താമസക്കാർക്ക് സാമ്പത്തിക സഹായം കുറഞ്ഞ ബുദ്ധിമുട്ടുകളോടെ എളുപ്പത്തിൽ നേടാനാകും. ഈ മാറ്റങ്ങളിലൂടെ കാനഡ പുതിയ ആളുകൾക്ക് കൂടുതൽ മികച്ചതും കാര്യക്ഷമവുമായ സേവനങ്ങൾ നൽകി ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗവൺമെൻറ് സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.